ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഭീകരാക്രമണത്തിൽ നടുങ്ങിയിരിക്കുകയാണ് രാജ്യം. മതം നോക്കി അല്ലെങ്കിൽ മതം ചോദിച്ച് വെടിവെച്ച് കൊന്ന ആ നടുക്കത്തിൽ നിന്ന് ഇന്ത്യ വിട്ടുമാറുന്നതിനൊപ്പം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ തന്നെ പലരുടെയും രാഷ്ട്രീയ ചിന്താഗതികളും മതചിന്താഗതികളും നമ്മെ വല്ലാതെ കുത്തി നോവിക്കുന്നുണ്ട്. ഇതിലെടുത്തു പറയാനുള്ള കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം മലയാളികൾ സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ വളർത്തി വരുന്ന അല്ലെങ്കിൽ അവർ സ്വീകരിക്കുന്ന ചില മതചിന്താഗതികളാണ്. എല്ലാവരെയും അല്ല പറയുന്നത്, ചില ആൾക്കാരെ ഉദ്ദേശിച്ച് തന്നെയാണ്. ഇത് പറയാനുള്ള കാരണം ഇന്ന് മമ്മൂട്ടി, മലയാളത്തിൻ്റെ നടനായിട്ടുള്ള മമ്മൂട്ടി ഒരു പോസ്റ്റ് ഇടുകയായിരുന്നു. പഹൽഗാമിലെ അക്രമത്തെ അല്ലെങ്കിൽ ആ ദുരന്ത സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ തീവ്രവാദ സംഭവത്തെക്കുറിച്ച് അപലപിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുകയാണ് ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലും. ആ പോസ്റ്റിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ അക്ഷരാർത്ഥത്തിൽ നമ്മെ ഞെട്ടിക്കുന്നതാണ്. മലയാളികൾ മാത്രം എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി വരികയാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ ഈ കമൻറ്റിൽ എടുത്തു പറയേണ്ട കാരണം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള സാഹചര്യവും ഈ കമൻറ്റും പറയാനുണ്ടായ സാഹചര്യം, ആ കമൻറ്റ് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതേ നൽകിയ ആ പോസ്റ്റിന് താഴെ വന്ന കമൻറ്റ് ഇതാണ്: നീ വലിയ നന്മ മരം ചമയാൻ നിൽക്കണ്ട, മമ്മതെ പണ്ട് സിനിമയിൽ ആരെങ്കിലും കഥ പറയാൻ വന്നാൽ അത് ഞമ്മൻ്റെ ആളാണോ എന്ന് ചോദിച്ചവനാണ് നീ, എന്നിട്ട് ഇവിടെ വന്ന് നന്മ മരം ചമയുന്നോ നീയും നിൻ്റെ ഒരു എന്ന് പറഞ്ഞ് ഒരു അശ്ലീലമായ പദം കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. എത്രത്തോളം തരം താഴ്ന്ന ലെവലിലേക്ക് അല്ലെങ്കിൽ എത്രത്തോളം തരം താഴ്ന്ന രീതിയിലേക്കാണ് മലയാളി മാറുന്നത് എന്നുള്ളത് അത് വീണ്ടും സൂചിപ്പിക്കുന്നു. എല്ലാ മലയാളികളെയും അല്ല പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റിന് താഴെ കമൻറ്റ് വന്നിരിക്കുന്നതിൽ ഭൂരിഭാഗവും ഇത്തരത്തിൽ മതം പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകളാണ്. കഴിഞ്ഞ ദിവസവും ഇന്നുമായി മേജർ രവി ഉൾപ്പെടെയുള്ളവർ മീഡിയകൾക്ക് നൽകുന്ന ആ പോസ്റ്റുകൾക്ക് താഴെ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾക്ക് താഴെ വരുന്ന കമൻറ്റുകൾ, ഇത് മതം നോക്കേണ്ട ഒരു സാഹചര്യമല്ല, എല്ലാവരും ഹിന്ദുസ്ഥാനികളാണ്, എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന മനുഷ്യനാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ പറയുമ്പോൾ അല്ലെങ്കിൽ അത്തരം ആശയം പറയുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ, രാഷ്ട്രീയ പ്രേരിതമായ കമൻറ്റുകൾ, അതൊരിക്കലും അംഗീകരിക്കാനാവുന്നില്ല. മതം ചോദിച്ച് അല്ലെങ്കിൽ ജാതി ചോദിച്ച് വെടിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ ഇതിന് പിന്നിൽ ആസൂത്രണമുണ്ട് എന്ന് അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ഭീകരർ ലക്ഷ്യം വയ്ക്കുന്നത് ഒരുമിച്ച് പോകുന്ന ഒരേ മനസ്സോടുകൂടി പോകുന്ന ഇന്ത്യയെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ്. വർഗീയമായി ധ്രുവീകരിക്കുക, മതപരമായി ധ്രുവീകരിക്കുക എന്ന അവരുടെ ലക്ഷ്യം നേടിയെടുക്കാനായി സഹായിക്കുന്ന തരത്തിലുള്ള ചില കമൻറ്റുകളാണ് ഇപ്പോൾ മലയാളികൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അല്ലെങ്കിൽ അവർ പങ്കുവയ്ക്കുന്നതെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാഴ്ചകൾ കാണുമ്പോൾ സത്യത്തിൽ ഹൃദയം നുറുങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ഒരു ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കൗമുദി ചാനലിനോട് തന്നെ മേജർ രവി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഇവിടെ വന്നിട്ട് ഈ വെടിവെക്കുന്ന സമയത്ത് വളരെ ആശ്ചര്യം എന്ന് പറഞ്ഞാൽ ഉത്ഭവിക്കുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ അവർ ചോദിച്ചിട്ട് വെടിവെക്കണം, നീ ഹിന്ദു ആണോ, അല്ലെങ്കിൽ നീ ഹിന്ദു ആണോ എന്നുള്ളതാണ് ചോദ്യം. അവൻ മുസ്ലിം ആണെന്ന് പോലും ചോദിച്ചിട്ടില്ല. അപ്പം ഇവിടെ എന്താണ്, ഒരു പെർട്ടിക്കുലർ അജണ്ടയുണ്ട്. ഈ ഒരു ഇഷ്യൂ കാരണം ഹിന്ദു ആണോ എന്നും ചോദിച്ചിട്ട് കൊന്നു കഴിഞ്ഞാൽ വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ആരാണ്, മുസ്ലിം ആണെന്നുള്ളതാണ് നമ്മൾ അനുമാനത്തിലെത്തുക. അന്ന് അങ്ങനെയാണല്ലോ രാഷ്ട്രീയപരമായിട്ട് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹിന്ദു മുസ്ലിം തമ്മിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നാളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിൽ എത്ര ഹിന്ദു മുസ്ലിം റൈറ്റുകൾ നടന്നിട്ടുണ്ട്? ഒന്നും നടന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ എന്നെപ്പോലുള്ളവർ അല്ലെങ്കിൽ മോഹൻലാലിനെ പോലുള്ള അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാം ഈ അറ്റാക്ക് ചെയ്യുന്നവരാരാണത്? രാജ്യസേന എന്നുള്ള തൊട്ടുപിടിക്കാനില്ലാത്തവരും അതുപോലെ തന്നെ പിന്നെ അവർക്ക് എന്തെങ്കിലും പറയാം, ഒരു സ്പെല്ലിങ് പോലും കറക്റ്റ് എഴുതാൻ പറ്റാത്ത അങ്ങനെയുള്ള വിവരദോഷികളായിട്ടുള്ള കുറച്ചെണ്ണം ഇരുന്നുകൊണ്ട് ഈ സമൂഹത്തിനകത്ത് ഇതുപോലുള്ള കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരും കൂടെ കുറച്ചൊരു നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ അതാണ് നടക്കാനുണ്ടായിരുന്നത്. അതിനെയാണ് ഞാൻ എക്സ്പോസ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് നിങ്ങളൊരാളെ ഒരു മിലിറ്റൻസ് ആക്ടിവിറ്റി ആണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് ചോദിച്ചിട്ട് കൊല്ലുന്നു? അപ്പം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. ഇത് മുസ്ലിങ്ങൾ പർപ്പസായിട്ട് ഹിന്ദുക്കളെ കൊന്നതാണ് എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ന് കാശ്മീരിൽ പണ്ഡിറ്റുകൾ ഇത്രയധികം ഇല്ല. അവിടെ നോക്കിക്കഴിഞ്ഞാൽ പോപ്പുലേഷൻ 90% മുസ്ലിംസാണ്. എന്നാൽ ആ മുസ്ലിംസ് ഇന്ന് 370 ആർട്ടിക്കിൾ മാറിയതിന് ശേഷം ഓവർ എ പീരീഡ് ഓഫ് ടൈം അവർ തന്നെ റിയലൈസ് ചെയ്തു, ദിസ് ഇസ് വാട്ട് ഇസ് ലൈഫ് എന്ന്. ഇതാണ് എൻ്റെ വരുമാനം. ഇന്ന് അവരുടെ പോക്കറ്റ് നിറഞ്ഞു കിടക്കുകയാണ് പൈസ കൊണ്ട്. അതേ ആളുകൾ എത്രയോ വർഷത്തിന് മുന്നേ ഞാൻ കേരിച്ചക്കരയ്ക്ക് ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അന്നൊക്കെ ഇന്നിപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 400 രൂപയ്ക്ക് ശിക്കാരമാണ് റൈഡ് കിട്ടുന്നുണ്ട്. പക്ഷെ ആ സമയങ്ങളിലൊക്കെ ആ സമയത്ത് 10-20 വർഷം മുന്നേ പോലും ഇവർ 1000 രൂപയ്ക്ക് വാങ്ങിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് മിലിറ്റൻസി വന്നത്. മിലിറ്റൻസി വന്ന സമയത്ത് ഇവർ
പിന്നീട് നമ്മൾ വല്ലപ്പോഴൊക്കെ വല്ല ടൂറിസ്റ്റുകളും പോയി കഴിഞ്ഞാൽ അവർ കെഞ്ചിട്ട് അവസാനം പറഞ്ഞ് നിങ്ങൾ 50 രൂപയെങ്കിലും തരുമോ, ആ ലെവലിലേക്ക് എത്തിയിരുന്നു. അതിപ്പം കഴിഞ്ഞ മാസം ഞാനവിടെ പോയ സമയത്ത് എന്താണ് ഫിക്സ്ഡ് റേറ്റാണ്. 400 1 മണിക്കൂർ പോയിട്ട് വരുന്നത്. അപ്പോൾ ഈ 1 മണിക്കൂറിൽ ഇവർ 10 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ ജോലി ചെയ്താലാണ് 4 to 32 3000 ചില്ലാൻ രൂപ ഇവർ ഒരു ദിവസം സമ്പാദിക്കാൻ തുടങ്ങി. അത് ഒരാൾ, ഒരു വീട്ടിൽ 2-3 ശിക്കാര ബോട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. സോ ദേ സ്റ്റാർട്ടഡ് ഏണിങ് മണി ആൻഡ് ദേ സ്റ്റാർട്ടഡ് റിയലൈസിങ് ദാറ്റ് ഈ മിലിറ്റൻസി ഞങ്ങൾക്ക് ഒന്നും തന്നിട്ടില്ല, ഇതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ടൂറിസ്റ്റുകളെ ദൈവങ്ങളെപ്പോലെ കാണാൻ തുടങ്ങി. അതിഥി ദൈവവും ഭവ എന്നുള്ള ആ ഒരു വാക്യത്തിലോട്ട് കാശ്മീരി മുസ്ലിംസ് മാറിക്കഴിഞ്ഞു. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ആരാധിക്കുന്ന നമ്മളെ നോക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞായിരിക്കും ഇതേ ആൾക്കാരെ ഞാൻ 98-ലൊക്കെ ഞാനവിടെ 88-ൽ ഞാനവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഹോസ്റ്റൈൽ ലുക്കായിരുന്നു. അവർ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ വേറൊരു ലുക്കാണ്. അതൊക്കെ മാറിയിട്ട് ഒന്ന് നമ്മളോട് ചിരിച്ച് കളിച്ച് എന്നിട്ട് അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയും, സർ ജിന്ദഗി മേ അഭി തോ കമാന ശുരു കർ ദിയ സർ, ജിന്ദഗി ബഹുത് ഠീക്കാണ്. ആ ആൾക്കാർ എപ്പോഴെങ്കിലും ഇതുപോലുള്ള മിലിറ്റൻസിന് ഇനി വളം വെച്ച് കൊടുക്കൂ? ഇല്ല. അവിടെയാണ് അവരുണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഹിന്ദു ആണോ മുസ്ലിം ആണോ, അവിടെ എന്താ നിങ്ങൾ CPM ആണോ അല്ലെങ്കിൽ കോൺഗ്രസ് ആണോ എന്ന് ചോദിച്ചിട്ട് ആരെയും വെടിവെക്കാന്ന്? So that means there is a hidden agenda of creating communal violence in this country. That's the best way to ഈ രാജ്യത്തിൻ്റെ സമാധാനം തകർക്കാനുള്ള ഏറ്റവും വലിയ ഒരു കളി എന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം റൈറ്റ്സ് ഉണ്ടാക്കുക. അതിനകത്ത് വരുന്ന ഭീകരാവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്കല്ല. അപ്പോൾ അതാണ് ആക്ച്വൽ ഭീകരവാദം. അതാണ് അവരവിടെ കാശ്മീരിൽ നിന്ന് കാണിച്ചിരിക്കുന്നത്. അല്ലാതെ ഇത് പാകിസ്ഥാൻ സ്പോൺസറൊന്നും ചെയ്യില്ല. ഇത് ഇവിടുന്ന് തന്നെ ആരോ സ്പോൺസർ ചെയ്തിട്ട് പാകിസ്ഥാൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കണം. അങ്ങനെ പാകിസ്ഥാൻ ഇതുപോലുള്ള വാക്കുകൾ കേട്ടുകൊണ്ട് ഇന്ത്യയിൽ വന്നുകൊണ്ട് സമാനത്തോടെ ജീവിക്കുന്ന ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആരാണെങ്കിലും ഇന്ത്യക്കാരെ നിങ്ങൾ ഇതുപോലെ വന്നിട്ട് വെറുതെ നിസ്സഹായരായിട്ടിരിക്കുന്നവരെ വെടിവെച്ച് കൊല്ലാനുള്ള കാണിച്ച നിങ്ങളുടെ ധീരതയല്ല, നിങ്ങളുടെ ഭീരത്വം ഉണ്ടല്ലോ, അതിനെ ഈ ഗവൺമെൻറ് ശരിക്കും നിങ്ങൾക്ക് തിരിച്ചൊരടി കിട്ടാൻ പോകുന്നത് പുൽവാമ അറ്റാക്കിന് ബാലാക്കോട്ട് കിട്ടിയ പോലെ ആയില്ലേ. ബാലാക്കോട്ട് വന്നിട്ട് 4 ബോംബിട്ടിട്ട് നിങ്ങളുടെ ക്യാമ്പങ്ങ് തകർത്തും. ഇതൊരു നിരയായിട്ട് ആ സൈഡിലുള്ള LOCയിൽ മുഴുവൻ നിൽക്കുന്ന ഏതെങ്കിലും ക്യാമ്പുകൾ വിസിബിലിറ്റിയിലുണ്ടെങ്കിൽ ഇതെല്ലാം തകർക്കാനുള്ള രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുള്ള ടാർഗറ്റിൽ നമ്മൾ എഴുതുന്നുണ്ട്. അത് തകർത്തിരിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്ക് ഈ ഗവൺമെൻറ്റിലുണ്ട്. അല്ലാതെ ഇതിന് ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ സംസാരിച്ചു തീർക്കാൻ നോ സംസാരം. നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് വന്നുകൊണ്ട് ഞങ്ങളുടെ നിസ്സഹായരായ ആളുകളെ കൊന്ന് അതിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു കമ്മ്യൂണൽ ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോയി. നിങ്ങളവിടെ എത്തില്ല. അതിന് മുന്നേ തന്നെ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ആളുകൾ അത് അത്രയും ശക്തരായിട്ട് നിൽക്കുന്നവർ ആ ക്യാമ്പെല്ലാം അടിച്ച് തകർക്കും എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. ആ വിശ്വാസം ഗവൺമെൻറ് തകർക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമാണ് ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഗവൺമെൻറ് ഓഫീഷ്യൽസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. എന്തിലും മതം കാണുന്ന, എന്തിലും രാഷ്ട്രീയം കാണുന്ന ചിലരെങ്കിലും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് പുഴുക്കുത്തുകളായി. അവരെയാണ് നാം തിരിച്ചറിയേണ്ടത്. അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്നല്ല പറഞ്ഞു വരുന്നത്. അവരെ കൂടി തിരുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. ആ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഇവർ പറയുന്ന രാഷ്ട്രീയവും ഇവർ പറയുന്ന മതവും മാത്രമല്ല എന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. രാഷ്ട്രീയവും മതവുമൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അത് പറയേണ്ട സാഹചര്യങ്ങളിൽ, പറയേണ്ട ഇടങ്ങളിൽ, പറയേണ്ട രീതിയിൽ പറയണമെന്ന് മാത്രം.